നമ്മുടെ കേരളത്തിന്റെ ഇന്ത്യയുടെ 3 പതിറ്റാണ്ടോളം നീണ്ട കാത്തിരിപ്പിന് വിരാമമിട്ടാണ് വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമായിരിക്കുന്നത്. വിഴിഞ്ഞം തലയുയർത്തിയതോടെ കേരളം എന്ന സംസ്ഥാനത്തിന്റെ മുഖച്ഛായ തന്നെ മാറുമെന്നുറപ്പാണ്. ചൈന അടക്കമുള്ള ലോകരാജ്യങ്ങൾ ലോക വിപണിയിൽ തങ്ങളുടേതായ ഇടം കണ്ടെത്തിയത് അവരുടെ മദർ പോർട്ടുകൾ വഴിയാണ്. ലോകത്തിലെവിടേക്കും അതിവേഗം ഉൽപ്പന്നങ്ങൾ എത്തിക്കാൻ അവർക്ക് കഴിയുന്നതും ആ രാജ്യത്തിന് ചുറ്റുമുള്ള മദർ പോർട്ടുകൾ കാരണമാണ്. UAE എന്ന രാജ്യത്തെ ലോക വിപണിയുടെ ശ്രദ്ധാകേന്ദ്രമാക്കി മാറ്റിയതും മദർ പോർട്ട് തന്നെ. വിഴിഞ്ഞം എന്ന ലോകോത്തര നിലവാരമുള്ള മദർ പോർട്ട് വഴി ഇന്ത്യക്കും അതുവഴി കേരളത്തിനും വരാനിരിക്കുന്നത് ഇതുപോലുള്ള വൻ വികസന സാധ്യതകളാണ്. പ്രധാന രാജ്യാന്തര കപ്പൽചാലുകൾക്ക് സമീപമാണ് നമ്മുടെ വിഴിഞ്ഞം പോർട്ട് സ്ഥിതി ചെയ്യുന്നത്. ഇത് ആഗോള സമുദ്ര വ്യാപാരത്തിൽ കാര്യമായ നേട്ടം കൊയ്യാൻ നമുക്ക് സഹായകരമാകും. വിഴിഞ്ഞം തുറമുഖത്തിനടുത്തുള്ള മദർ പോർട്ടുകളായ ശ്രീലങ്കയിലെ കൊളംബോ, ദുബായിലെ ജബൽ അലി, സിംഗപ്പൂർ തുറമുഖം എന്നിവയുമായി താരതമ്യം ചെയ്യുമ്പോൾ വൻ സാധ്യതകളാണ് വിഴിഞ്ഞത്തിന് മുന്നിലുള്ളത്. ഭാവിയിൽ കൂടുതൽ നിക്ഷേപങ്ങൾ നടത്തി സൗകര്യങ്ങൾ വികസിപ്പിക്കാനായാൽ ഈ വഴിയുള്ള മൊത്തം ചരക്ക് കടത്തും വിഴിഞ്ഞം വഴിയാകുമെന്നാണ് വിദഗ്ധരുടെ നിരീക്ഷണം. ഇന്ത്യയുടെ തീരപ്രദേശത്തിന്റെ നീളം 7500 കിലോമീറ്ററാണ്. ഈ തീരപ്രദേശങ്ങളിലായി 200ഓളം ചെറുതും വലുതുമായ തുറമുഖങ്ങൾ നമുക്കുണ്ട്. പക്ഷെ ലോകത്തെ മികച്ച തുറമുഖങ്ങളുടെ ലിസ്റ്റിൽ ഇന്ത്യയിൽ നിന്ന് ഇന്നേ വരെ ഒരു തുറമുഖം പോലും ഇടം നേടിയിട്ടില്ല. കാരണം നമ്മുടെ തുറമുഖങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യത്തിൽ നമ്മുടെ രാജ്യം ഏറെ പിന്നിലാണ്. ഈ പിഴവുകളെല്ലാം വിഴിഞ്ഞത്തിന്റെ കാര്യത്തിൽ പരിഹരിക്കാനായാൽ ഒരു പക്ഷേ ചിലർ വരുമ്പോൾ ചരിത്രം വഴിമാറുമെന്ന ഡയലോഗ് നമുക്ക് ഉറക്കെ പറയാനാകും. ലോകത്ത് തന്നെ ഏറ്റവും ആഴമുള്ള മദർ പോർട്ടുകളിൽ ഒന്നാണ് നമ്മുടെ വിഴിഞ്ഞം. 10,000 മുതൽ 25,000 20 ഫൂട്ട് ഇക്വലന്റ് യൂണിറ്റ് വരെ ശേഷിയുള്ള അൾട്രാ ലാർജ് കണ്ടെയ്നർ കപ്പലുകളെ ഉൾക്കൊള്ളാൻ ശേഷിയുള്ള സ്വാഭാവിക ആഴം നമ്മുടെ വിഴിഞ്ഞം തുറമുഖത്തിനുണ്ട്. വൈകാതെ തന്നെ പൂർണ്ണമായി പ്രവർത്തനക്ഷമമാകുമെന്ന് പ്രതീക്ഷിക്കുന്ന തുറമുഖത്തിന്റെ പ്രാരംഭ ഘട്ടത്തിൽ 10 ലക്ഷം TEU ശേഷിയുണ്ടാകും. തുടർന്നുള്ള ഘട്ടങ്ങളിൽ 72 ലക്ഷം TEUയിലേക്ക് ഉയർത്താനാണ് നീക്കം. പുതിയ സാങ്കേതിക വിദ്യകളും സംവിധാനങ്ങളും കൂടി ചേരുന്നതോടെ വിഴിഞ്ഞം ഏഷ്യയിലെ ട്രാൻസ്ഷിപ്മെന്റ് വിപണിയിൽ അതിവേഗം മുന്നിലെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. യൂറോപ്പിനെയും പേർഷ്യൻ ഗൾഫിനെയും കിഴക്കൻ ഏഷ്യയുമായി ബന്ധിപ്പിക്കുന്ന രാജ്യാന്തര കപ്പൽ പാതയിൽ നിന്ന് ഏകദേശം 18 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന വിഴിഞ്ഞം ആഗോള സമുദ്ര ചരക്കുകടത്തിന്റെ ഗണ്യമായ പങ്ക് പിടിച്ചെടുക്കാൻ അനുയോജ്യമാണ്. ഈ പാത വഴിയാണ് ലോകത്തിലെ സമുദ്ര ചരക്ക് നീക്കത്തിന്റെ ഏകദേശം 30% കൈമാറ്റം ചെയ്യുന്നത്. ഈ സാധ്യതകൾ മുന്നിൽ കണ്ട് വിഴിഞ്ഞത്തെ സൗകര്യങ്ങളെല്ലാം പ്രയോജനപ്പെടുത്താനായാൽ ചരക്കിറക്കാൻ വൻ കപ്പലുകൾ വിഴിഞ്ഞം തീരത്ത് കാത്തുകിടക്കുന്ന കാഴ്ചയും നമുക്ക് കാണാനാകും. മിക്ക തുറമുഖങ്ങളിലെയും വലിയ വെല്ലുവിളിയാണ് വൻ കപ്പലുകളുടെ വരവും തിരിച്ചുപോക്കും. പലപ്പോഴും മറ്റു സംവിധാനങ്ങളുടെ സഹായത്തോടെ കെട്ടിവലിച്ചാണ് വൻ കപ്പലുകളെ എത്തിക്കുന്നതും തിരിച്ചു യാത്രയാക്കുന്നതും. പക്ഷെ ഇവിടെയാണ് വിഴിഞ്ഞം മറ്റുള്ള പോർട്ടുകളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നത്. വിഴിഞ്ഞത്തിന്റെ ആഴവും ആധുനിക സംവിധാനങ്ങളും ഏറ്റവും വലിയ കണ്ടെയ്നർ കപ്പലുകൾ പോലും കൈകാര്യം ചെയ്യാൻ ശേഷിയുള്ളതാണ്. അത്യാധുനിക ഓട്ടോമേഷൻ സംവിധാനങ്ങൾ ഉൾപ്പെടുന്നതാണ് വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഡിസൈൻ. അൺലോഡിങ്ങിന് ശേഷം വേഗത്തിൽ കപ്പൽ തിരിഞ്ഞു പോകുന്നതിനും കാര്യക്ഷമമായി ചരക്ക് കൈകാര്യം ചെയ്യുന്നതിനും വിഴിഞ്ഞത്തിന് സാധിക്കും. ചരക്കു കയറ്റിയിറക്കിന് ഇതുവരെ ഇന്ത്യ വലിയ തുകയാണ് ചെലവാക്കിക്കൊണ്ടിരുന്നത്. ഓരോ വർഷവും ഏകദേശം 5000 കോടി രൂപ ഇതുവഴി രാജ്യത്തിന് നഷ്ടമായിട്ടുണ്ട്. വിഴിഞ്ഞം സജീവമാകുന്നതോടെ ഈ ചെലവ് ഗണ്യമായി വെട്ടിക്കുറയ്ക്കാനും വരുമാനം ലാഭിക്കാനും ഇന്ത്യക്ക് സാധിക്കും. കഴിഞ്ഞ വർഷം ഇന്ത്യ നടത്തിയത് 44,746 കോടി ഡോളറിന്റെ കയറ്റുമതിയും 71,403 കോടി ഡോളറിന്റെ ഇറക്കുമതിയുമാണ്. ഇറക്കുമതിക്കും കയറ്റുമതിക്കും ഇന്ത്യ കൂടുതലായും ആശ്രയിച്ചിരുന്നത് കൊളംബോ തുറമുഖത്തെയാണ്. വിഴിഞ്ഞം വരുന്നത് കൊളംബോ തുറമുഖത്തിന് തിരിച്ചടിയാകുമെന്ന് ഉറപ്പാണെങ്കിലും ഇന്ത്യക്കത് ലാഭകരമാണ്. മദർ പോർട്ടിന് ഒരു രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ ഗണ്യമായി മാറ്റാനാകും. ഇത് സമുദ്ര വ്യാപാരത്തിന്റെ കേന്ദ്രമായി പ്രവർത്തിക്കുകയും ചെയ്യും. വലിയ തോതിലുള്ള ഇറക്കുമതി കയറ്റുമതി പ്രവർത്തനങ്ങൾ സുഗമമാക്കുന്നതിലൂടെ മദർ പോർട്ടിന് ആ രാജ്യത്തിലേക്കുള്ള ഷിപ്പിംഗ് ചെലവ് ഗണ്യമായി കുറയ്ക്കാൻ കഴിയും. ആഗോള ഷിപ്പിംഗ് ലൈനുകളെ ആകർഷിക്കാനും പറ്റും. ഇത് പ്രാദേശിക വ്യവസായങ്ങളെ ഉത്തേജിപ്പിക്കുകയും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും വിദേശ നിക്ഷേപം ആകർഷിക്കുകയും ചെയ്യും. അദാനിയുമായുള്ള 40 വർഷത്തെ കരാർ അവസാനിക്കുന്നതോടെ കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും നേരിട്ട് വരുമാനം ലഭിച്ചു തുടങ്ങും. വിഴിഞ്ഞത്തിലൂടെ ലോകം ശ്രദ്ധിക്കപ്പെടുന്ന കോടികൾ ഒഴുകുന്ന വൻ സാമ്പത്തിക ശക്തിയായി മാറാനുള്ള സാധ്യതകളാണ് ഇന്ത്യക്കും ഒപ്പം കേരളത്തിനുമുള്ളത്.